ഹിന്ദ് ബിന്ത് ഉത്ബയുടെ കഥ പറയാം. അവർ മക്കയിലെ ഏറ്റവും ശ്രദ്ധേയമായ സ്ത്രീ രത്നങ്ങളിൽ ഒരാളായിരുന്നു. മക്കയിലെ പ്രതാപിയും പ്രധാനിയുമായിരുന്ന ഉത്ബ ബിൻ അബ്ദുഷംസിൻ്റെ മകൾ. അവരെ ആദ്യം വിവാഹം ചെയ്തിരുന്നത് ഫാക്കിഹ് ബിൻ മുഗീറ എന്ന ഒരാളായിരുന്നു. ധനാഢ്യൻ, ഉദാരൻ, എല്ലാം കൊണ്ടും ഉത്ബയുമായി സംബന്ധം നടത്തുവാൻ ഏറ്റവും അനുയോജ്യനായ ഒരാളായിരുന്നു ഫാക്കിഹ്. ഫാക്കിഹിനോടൊപ്പം സന്തോഷപൂർവ്വം ജീവിച്ചു വരുന്നതിനിടയിൽ ഒരു ചെറിയ സംഭവമുണ്ടായി. ചെറുതല്ല, വലിയൊരു സംഭവം തന്നെ. ഒരു ദിവസം വീട്ടിലെ അത്യാവശ്യ ജോലികളെല്ലാം കഴിഞ്ഞ് വീട്ടിലെ സ്വീകരണ മുറിയിലേക്ക് വന്നു ഹിന്ദ് ബിന്ത് ഉത്ബ. അവിടെ ഇരുന്നു. ക്ഷീണമുണ്ടായിരുന്നു. അറിയാതെ ഉറങ്ങിപ്പോയി. ആ സമയത്ത് ഭർത്താവ് ഫാക്കിഹ് വീട്ടിലുണ്ടായിരുന്നില്ല. ഫാക്കിഹിനെ തേടി ഒരാൾ വീട്ടിലേക്ക് വന്നു. നേരെ സ്വീകരണ മുറിയിലേക്ക് കയറാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഒരാൾ. അയാൾ സ്വീകരണ മുറിയിൽ കണ്ടത് ഹിന്ദ് അവിടെ കിടന്നുറങ്ങുന്നതാണ്. ഒരു സ്ത്രീ കിടന്നുറങ്ങുന്ന റൂമിൽ ഒരു അന്യൻ കടക്കുന്നത് അറബ് സംസ്കാരത്തിൽ ഒരിക്കലും ചിന്തനീയമായിരുന്നില്ല. അതുകൊണ്ട് അയാൾ പെട്ടെന്ന് പുറത്തേക്ക് കടന്നു. അയാൾ റൂമിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നതും കണ്ടുകൊണ്ടാണ് ഭർത്താവായ ഫാക്കിഹ് വന്നത്. അയാൾ തൻ്റെ വീട്ടിലെ സ്വീകരണ മുറിയിൽ നിന്ന് പോകുന്നത് കണ്ട ഫാക്കിഹ് ഓടി വന്ന് ഭാര്യയെ വിളിച്ചുണർത്തി, ആരാണത്, എന്താണ് അയാൾ ഇവിടെ വരാൻ എന്ന് ചോദിച്ചു. ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ ആരെയും കണ്ടില്ല എന്നായിരുന്നു ഹിന്ദിൻ്റെ മറുപടി. പക്ഷേ ഫാക്കിഹിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഫാക്കിഹ് നേരെ കണ്ടതാണ് ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അത് താൻ കണ്ടില്ല എന്നാണ് ഭാര്യ പറയുന്നത്. അതുകൊണ്ട് ഫാക്കിഹ് കോപാന്ധനായി ഹിന്ദിനോട് പറഞ്ഞു, നിനക്ക് പോകാം, നിൻ്റെ വീട്ടിലേക്ക് പോകാം. ഹിന്ദ് ധീരയായിരുന്നു. അവർ വീട്ടിലേക്ക് മടങ്ങി. പിതാവ് ഉത്ബയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ വളരെ സങ്കടകരമായിരുന്നു ദിവസങ്ങൾ. പിതാവ് വന്ന് മകളെ ഒരിക്കൽ ആശ്വസിപ്പിച്ചു. ഹിന്ദ്, നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. സത്യത്തിൽ നിൻ്റെ അടുത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ഫാക്കിഹിനെ തന്നെ പിടിച്ച് കൊന്നുകളയാം. അല്ല, സത്യത്തിൽ നീ നിരപരാധിയാണെങ്കിൽ നമുക്ക് യമനിലെ ജോത്സ്യൻ്റെ അടുത്തേക്ക് പോകാം. അയാൾ ഏത് കേസും തെളിയിക്കുന്ന ആളാണ്, മിടുമിടുക്കൻ. ഫാക്കിഹിനെയും വിളിക്കാം. ഹിന്ദ് പറഞ്ഞു, ഉപ്പ, ഞാൻ നിരപരാധിയാണ്, 100%. മുഗീറ നേരെ ഫാക്കിഹിൻ്റെ അടുക്കിലേക്ക് വന്നു. പറഞ്ഞു, ഫാക്കിഹ്, എൻ്റെ മകളെക്കുറിച്ച് നീ പറയുന്ന അപവാദങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. നീ ആണാണെങ്കിൽ തെളിവ് നിരത്തണം, ഇല്ലെങ്കിൽ നീ യമനിലെ ജോത്സ്യൻ്റെ അടുക്കലേക്ക് ഈ വിഷയത്തിൽ ഒരു തീർച്ചയ്ക്ക് വേണ്ടി വരാൻ തയ്യാറാവണം. അറബികളൊക്കെ അഭിമാനികളാണ്. തെളിവ് നിരത്താനില്ല. അപ്പോൾ പിന്നെ രണ്ടാമത്തേതിന് ഫാക്കിഹ് സമ്മതിച്ചു. ഉത്ബയും ഹിന്ദും അവരുടെ കുടുംബം ഒരുപാട് ആൾക്കാരും, മറുഭാഗത്ത് ഫാക്കിഹും അയാളുടെ കുടുംബവും ഒരുപാട് ആൾക്കാരും യമനിലേക്ക് പുറപ്പെട്ടു. അവർ യമനിലെത്തി. ജ്യോത്സ്യനെ കാണുന്ന തൊട്ട് മുമ്പ് ഉത്ബ മകളെ ശ്രദ്ധിച്ചു. മകളുടെ മുഖം ആധി നിറഞ്ഞിരിക്കുന്നു. ഉത്ബ വന്ന് ചോദിച്ചു, മോളെ, എന്താണ് നിൻ്റെ മുഖം മാറിയിരിക്കുന്നത്? സത്യത്തിൽ നിൻ്റെ കയ്യിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ? ഹിന്ദ് പറഞ്ഞു, ഒരിക്കലുമില്ല പിതാവേ. പക്ഷേ ഞാൻ ആലോചിക്കുന്നത്,
ജ്യോത്സ്യനും ഒരു മനുഷ്യനാണല്ലോ. മനുഷ്യർക്ക് തെറ്റ് പറ്റാം, ശരിയും പറ്റാം. അയാൾക്കെങ്ങാനും തെറ്റു പറ്റിയാൽ ഫാക്കിഹ് പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് വന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമുണ്ടാവില്ല പിതാവേ. ഉത്തുബ നല്ല ബുദ്ധിമാനായിരുന്നു. ഉത്തുബക്ക് കാര്യങ്ങളുടെ പോക്ക് മനസ്സിലായി. ഉത്തുബ സ്വകാര്യമായി ജ്യോത്സ്യനെ കണ്ടു, വിഷയങ്ങളൊക്കെ പറഞ്ഞു, അയാളെ സന്തോഷിപ്പിച്ചു. പിന്നെ ജ്യോത്സ്യൻ കവടി നിരത്തി പറഞ്ഞു, ഹിന്ദ് പതിവ്രതയാണ്, ഹിന്ദ് വിശുദ്ധയാണ്. മാത്രമല്ല ഹിന്ദിൻ്റെ മുഖത്തേക്ക് നോക്കി ജ്യോത്സ്യൻ പറഞ്ഞു, തെലിദീന മലിക, നീ ഒരു രാജാവിനെ പ്രസവിക്കും. ജ്യോത്സ്യൻ്റെ തീരുമാനം അന്തിമമായിരുന്നു അക്കാലത്ത് അറേബ്യയിൽ. അതുകൊണ്ട് ഇനിയൊന്നും പറയാനില്ല, ഒന്നും ചെയ്യാനില്ല. എല്ലാവരും മടങ്ങി. ഹിന്ദിൻ്റെ നിരപരാധിത്വം, വിശുദ്ധി സംശയരഹിതമായി സ്ഥാപിക്കപ്പെട്ടു. ഉടനെ ഫാക്കിഹിന് മാനസികമായ വിഷമമുണ്ടായി. അയാൾക്കറിയാം തൻ്റെ ഭാര്യ മറ്റൊരാളുമായി ബന്ധപ്പെടുന്നതൊന്നും താൻ കണ്ടിട്ടില്ല എന്നത്. ഒരു പക്ഷേ അയാൾ തന്നെ തേടി വന്നതായിരിക്കാം. തന്നെ കാണാതെ വന്നപ്പോൾ അയാൾ തിരിച്ചു പോകുന്ന രംഗമായിരിക്കാം ഞാൻ കണ്ടത്. ഹിന്ദിനെക്കുറിച്ച് ഉപോത്ബലകമായി ചിന്തിക്കുവാൻ, സംശയിക്കുവാൻ മറ്റൊന്നുമില്ലതാനും. അതുകൊണ്ട് ഹിന്ദുമായി അനുരഞ്ജനത്തിലാകുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ചും ഹിന്ദ് ഒരു രാജാവിനെ പ്രസവിക്കാൻ പോകുന്നുണ്ട് എന്ന പ്രവചനം ജ്യോത്സ്യൻ നടത്തിയ നിലക്ക് ഫാക്കിഹ് ഹിന്ദിനെ ചെന്ന് കണ്ടു. ഹിന്ദിനോട് പറഞ്ഞു, ഹിന്ദ്, ജ്യോത്സ്യൻ്റെ തീരുമാനം നീ അംഗീകരിക്കുന്നു, അപ്രകാരം തന്നെ ഞാനും അംഗീകരിക്കുന്നു. അതുകൊണ്ട് വരൂ, നമുക്ക് പഴയതുപോലെ വീണ്ടും ജീവിക്കാം. മാത്രമല്ല അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരു കുഞ്ഞുണ്ടാകും. ആ കുഞ്ഞ് അറേബ്യയിലെ രാജാവാകും. അത് കേട്ട് ഹിന്ദ് പറഞ്ഞു, ഹിന്ദ് ബുദ്ധിമാനായ പിതാവിൻ്റെ ബുദ്ധിമതിയായ മകളായിരുന്നു. ഫാക്കിഹ്, താങ്കളെപ്പോലെയുള്ള മനസ്ഥിതിയുള്ള ഒരാൾക്ക് ഒരു രാജാവ് പിറക്കുകയില്ല എന്നതുറപ്പാണ്. രാജരക്തം എന്ന് പറയുന്നത് താങ്കളെപ്പോലെ വളരെ ചെറിയ ചിന്തകൾ പേറുന്ന ആൾക്കാരിൽ നിന്നുണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല, ഞാൻ കരുതുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. ഹിന്ദ് വീണ്ടും ഫാക്കിഹിനോടൊപ്പം ജീവിക്കുവാൻ തയ്യാറായില്ല. അങ്ങനെയാണ് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് ഹിന്ദിനെ വിവാഹം ചെയ്തതും അവർക്ക് രാജയോഗമുള്ള മുആവിയ എന്ന കുട്ടി ജനിച്ചതും അദ്ദേഹം ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ രാജാവായതും. വസ്സലാം.